ഇറാനിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങാൻ ഇന്ത്യൻ റിഫൈനറികൾ പദ്ധതിയിടുന്നു. ഇറാനിയൻ ക്രൂഡ് ഓയിൽ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റമാണ് ഈ നിർണായക നീക്കത്തിന് പിന്നിൽ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചു. കപ്പൽ പാത സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും സമാധാനം പുലരുമെന്ന പ്രതീക്ഷയും മോദി പങ്കുവച്ചു. ഇറാനിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് ആലോചനയിലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ നിർണായക നീക്കവുമായി ഇന്ത്യൻ റിഫൈനറികൾ. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കാനാണ് 3 ഇന്ത്യൻ കമ്പനികൾ പദ്ധതിയിടുന്നത്. കടലിൽ കെട്ടിക്കിടക്കുന്ന ഇറാനിയൻ ക്രൂഡ് ഓയിൽ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റമാണ് ഈ നീക്കത്തിനു പിന്നിൽ. പേയ്മെന്റ് നിബന്ധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെയും US-ന്റെയും വ്യക്തതയ്ക്കായി കമ്പനികൾ കാത്തിരിക്കുകയാണ്. മാർച്ച് 20-നോ അതിനു മുമ്പോ കപ്പലുകളിൽ കയറ്റിയ എണ്ണ ഏപ്രിൽ 19-നകം ഇറക്കുമതി ചെയ്യാനാണ് തീരുമാനം. ഏകദേശം 170 ദശലക്ഷം ബാരൽ ഇറാനിയൻ ക്രൂഡ് ഓയിൽ നിലവിൽ കടലിൽ വിവിധ കപ്പലുകളിലായി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളും സമാനമായ നീക്കത്തിനായി ആലോചിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇറാൻ യുദ്ധം ഏപ്രിൽ അവസാനം വരെ നീണ്ടാൽ അസംസ്കൃത എണ്ണവില ബാരലിന് $180 കടക്കുമെന്നാണ് സൂചന. ഇതിനിടെ ഇറാനിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് ആലോചനയിലാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ വെടിനിർത്തൽ കരാറിലേക്ക് ഇല്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതല മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന കർശന നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയെ സഹായിക്കാൻ മടിക്കുന്ന സഖ്യകക്ഷികളെ ഭീരുക്കളെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കയ്ക്ക് ഹോർമൂസ് പാതയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടതില്ല. ഈ പാത വഴി എണ്ണ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ തന്നെ സുരക്ഷാ ചെലവുകൾ വഹിക്കണമെന്നാണ് ട്രംപിന്റെ വാദം. ലോകത്ത് എണ്ണ പ്രതിസന്ധി രൂക്ഷമാകുന്നത് ഹോർമൂസ് ഉപരോധം മാത്രമല്ലെന്നും ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ കൂടി കാരണമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 39 ഊർജ്ജ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. UAE ലക്ഷ്യമിട്ട് ഇറാൻ വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നതായി UAE അറിയിച്ചു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.